മൈൻക്രാഫ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റെഡ് സ്റ്റോണിന്റെ ബേസിക് ട്യൂട്ടോറിയലാണ്. അതായത് അതിന്റെ ഡിഫറെന്റ് കമ്പോണൻസും അവരുടെ യൂസസും ഇത്ര മാത്രമാണ് നമുക്ക് ഇതിൽ പറയാനുള്ളൂ. ആൻഡ് ഇത് കുറച്ചധികം ഉണ്ട്, എന്നാലും ഒരു 90% ആയിട്ടുള്ളൂ. ഇനിയും കുറച്ച് സാധനങ്ങൾ വേറെ ഉണ്ട്. ആൻഡ് ആക്ച്വലി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആൻഡ് ഫസ്റ്റ് നമുക്ക് റെഡ് സ്റ്റോൺ എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ് സ്റ്റോൺ. ഇത് നമുക്ക് മൈനിങ്ങിലൂടെയാണ് മെയിനായിട്ട് നമുക്ക് കിട്ടുക. ആൻഡ് ഇത് പോവുകയാണെങ്കിൽ നമുക്കൊരു പിക്കാക്സ് ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഡീപ് സ്ലേറ്റിൽ നമുക്ക് റെഡ് സ്റ്റോണിൻ്റെ ഓവർ കിട്ടും. അതുപോലെ നമുക്ക് സ്റ്റോണിലും ഇതേപോലെ റെഡ് സ്റ്റോണിൻ്റെ ഓവർ കിട്ടും. അപ്പോൾ നമുക്ക് മൈൻ ചെയ്താൽ മതി. അത്യാവശ്യം നല്ല രീതിയിൽ റെഡ് സ്റ്റോൺ കിട്ടും. പിന്നെ ഇതിൻ്റെ റെസിപ്പി എന്ന ഡയമണ്ട് പോലെ തന്നെ 9 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു റെഡ് സ്റ്റോണിൻ്റെ ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് റെഡ് സ്റ്റോൺ കിട്ടാൻ വേറെയും വഴികളുണ്ട്. ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സിൽ റെഡ് സ്റ്റോൺ ഉണ്ടാവും. നമുക്ക് നമ്മുടെ ജംഗിൾ ടെമ്പിൾ പോലത്തെ അതേപോലെ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സിലും അത്യാവശ്യം റെഡ് സ്റ്റോൺ കിട്ടും. പിന്നെ വേറൊരു വഴി എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ വിച്ചസിനെ കൊല്ലുമ്പോഴാണ്. ആൻഡ് ആക്ച്വലി നിങ്ങൾക്ക് കാണാം, ആക്ച്വലി റെഡ് സ്റ്റോൺ വിച്ചസിനെ കൊന്നാലും കിട്ടും. പിന്നെ അതേപോലെ നമുക്ക് നമ്മുടെ വില്ലേജർക്ക് ഒരു ക്ലർക്ക് ജോബ് കൊടുത്താൽ വില്ലേജറായിട്ട് ട്രേഡ് ചെയ്താൽ നമുക്ക് കിട്ടും. ആൻഡ് ആക്ച്വലി നിങ്ങൾക്കാണ് ഒരു എമറാൾഡ് നമുക്ക് 2 റെഡ് സ്റ്റോൺ എന്ന നിലയ്ക്ക് നമുക്ക് ട്രേഡ് ചെയ്ത് കിട്ടും. ഓക്കെ, അതാണ് റെഡ് സ്റ്റോൺ ഒപ്റ്റെയിൻ ചെയ്യാനുള്ള എല്ലാ മാർഗങ്ങളും അതാണ്. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, റെഡ് സ്റ്റോൺ ബ്ലോക്ക് ആണ്. അതും റെഡ് സ്റ്റോണും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ റെഡ് സ്റ്റോൺ നമ്മൾ ഇതേപോലെ സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ആക്ച്വലി റെഡ് സ്റ്റോൺ ബ്ലോക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സിഗ്നൽ ഔട്ട്പുട്ട് തരും. കറണ്ട് പോലെ തന്നെ ഒരു റെഡ് സ്റ്റോൺ ഔട്ട്പുട്ട് തരും. അതിൻ്റെ ആക്ച്വലി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, റെഡ് സ്റ്റോൺ തരുന്ന സിഗ്നലിൻ്റെ മാക്സിമം പവർ 15 ആണ്. ആൻഡ് ഈ 15 ഓരോ ബ്ലോക്ക് കഴിയുമ്പോഴും അതിൻ്റെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞു വരും. 14, 13, 12, 11, 10, 9, 8, 7 അങ്ങനെ ലാസ്റ്റ് ഇതാവുമ്പോൾ ഇവിടെ 0 ആണ്. ഈ ഒരു പാർട്ടിൽ നിങ്ങൾക്ക് സിഗ്നൽ ഒട്ടും കിട്ടില്ല. ആൻഡ് ആക്ച്വലി ഇവിടെ സിഗ്നൽ തീരും. അതാണ് എൻ്റെ ബേസിക്സ്. ആൻഡ് ഡിഫറെൻറ്റ് കമ്പോണൻസിലോട്ട് നമുക്ക് പോവാം. ആൻഡ് ഒന്നാമത്തെ സാധനം എന്താണെന്ന് വെച്ചാൽ ലിവറാണ്. ലിവറിൻ്റെ റെസിപ്പിയാണ്. അത് കോബിൾ സ്റ്റോൺ വേണം, അതേപോലെ തന്നെ ഒരു സ്റ്റിക്കും വേണം. അത് ആക്ച്വലി ഒരു 2x2 ഗ്രിഡിലും ഉണ്ടാക്കാം, നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളിലും ഉണ്ടാക്കാം. ആൻഡ് റെഡ് സ്റ്റോൺ ബ്ലോക്കിനെ പോലെ തന്നെ ലിവറിൽ നമുക്ക് 15 ആണ് മാക്സിമം പവർ വരുന്നത്. ഇതുപോലെ തന്നെ ഓരോ ബ്ലോക്ക് ചെല്ലും തോറും അതിൻ്റെ പവർ കുറഞ്ഞു വരും. പിന്നെ ലിവറിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ പവർ ഇല്ല, ഓൺ ചെയ്താൽ നമുക്ക് ഇതുപോലെ 15 പവർ കിട്ടും. ആൻഡ് പിന്നത്തെ വരുന്നത് നമുക്ക് ബട്ടൺസ് ആണ്. ആൻഡ് ആക്ച്വലി ഇത് എല്ലാവർക്കും അറിയണമെന്നില്ല, മിക്കവരും യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു കാര്യം അറിയില്ല. നമ്മുടെ വുഡൻ ബട്ടൺസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി 1.5 സെക്കൻഡ്സ് നേരത്തേക്ക് ഔട്ട്പുട്ട് കിട്ടും. അതും 15 ആണ് ഔട്ട്പുട്ട് വരിക. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം 15, 14 അങ്ങനെ കുറഞ്ഞു വരും. പക്ഷെ അത് 1.5 സെക്കൻഡ്സ് നീണ്ടു നിൽക്കും. ആൻഡ് ആക്ച്വലി സ്റ്റോൺ ആണെങ്കിൽ കോബിൾ സ്റ്റോൺ അതേപോലത്തെ ബട്ടൺസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ 1 സെക്കൻഡ് നേരത്തെ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാവും. അത് ആർക്കും അറിയില്ല എന്നല്ല, യൂസ് ചെയ്യുന്ന മിക്കവർക്കും അതിനെപ്പറ്റി ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അതാണ് ഇതിന് ഡിഫറൻസ്. ഏത് വുഡൻ ടൈപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, അത് 1.5 സെക്കൻഡ്സ് കിട്ടും. ആൻഡ് ഏത് സ്റ്റോൺ ആണെങ്കിലും അതിന് 1 സെക്കൻഡേ കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ അടുത്ത കമ്പോണൻറ്റിലോട്ട് വരുന്നതാണ് പ്രഷർ പ്ലേറ്റ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇതാണ്. വുഡോ സ്റ്റോണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്ത് സാധനമാണെങ്കിലും അതിന് പ്രഷർ പ്ലേറ്റ് ഉണ്ടാക്കാൻ ഇതേപോലെ 2 എണ്ണം ഇതേപോലെ വെച്ചാൽ മതി. ആൻഡ് ഇതും 2x2 ഗ്രിഡിലും പറ്റും, 3x3 ഗ്രിഡിലും പറ്റും, ക്രാഫ്റ്റിംഗ് ടേബിളിലും പറ്റും. നിങ്ങൾ സാധാ ഇൻവെൻട്രിയിലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആൻഡ് ഇതിനും കുറേ ഡിഫറെൻറ്റ് സാധനങ്ങളുണ്ട്. ഇത് വുഡൻ പ്രഷർ പ്ലേറ്റ്. ഏത് വുഡും കൊണ്ട് നമുക്കും ഈ പ്രഷർ പ്ലേറ്റ് ഉണ്ടാക്കാം. റെസിപ്പി സെയിം ആണ്. അപ്പോൾ ഇത് കയറിയുന്ന ഇതേപോലെ നമ്മൾ ഡിക്റ്റ് ചെയ്യും, നിൽക്കുന്ന അത്രയും നേരം ഇതിന് പവർ ഉണ്ടാവും. ആൻഡ് 15 ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. ആൻഡ് ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് ഏത് പ്ലെയറിനെയും എൻറ്റിറ്റീനെയും എന്തിനു വേണേലും ഡിക്റ്റേറ്റ് ചെയ്യും. അതാണ് ഈ പ്രഷർ പ്ലേറ്റ് ഉപയോഗിക്കുന്നത്. ഏതൊരു സാധനവും ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ഇതിലോട്ട് വരികയാണെങ്കിൽ സ്റ്റോൺ ടൈപ്പ് പ്രഷർ പ്ലേറ്റ് ആണ്. ഇതുപോലെ 2 സ്റ്റോൺ ഇതുപോലെ ഗ്രിഡിൽ യൂസ് ചെയ്താൽ നമുക്ക് സാധനം കിട്ടും.
പക്ഷേ ഇതെന്താ യൂസ് ചെയ്യുന്നത്, എൻറ്റിറ്റീസിന് മാത്രമേ ഡിക്റ്റേറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതേപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇതിൽ ഡ്രോപ്പ് ചെയ്താൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത് ഡിക്റ്റേറ്റ് ചെയ്യില്ല. പക്ഷേ അതേസമയം ഇതിൽ നമുക്ക് എന്തെങ്കിലും സാധനം ഡ്രോപ്പ് ചെയ്തെന്ന് വെച്ചാൽ കണ്ടോ ഇത് ഡിക്റ്റേറ്റ് ചെയ്യും. പക്ഷേ സ്റ്റോൺ ടൈപ്പ് ഡിക്റ്റേറ്റ് ചെയ്യില്ല, പ്ലെയേഴ്സിനെയും ആനിമൽസിനെയും മാത്രമാണ് ഇത് ഡിക്റ്റേറ്റ് ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോൺ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ്. പിന്നെ വേറൊരു ടൈപ്പ് വരുന്നത് ഗോൾഡ് പ്രഷർ പ്ലേറ്റ് ആണ്. ഓക്കെ, ഇതിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എത്ര അളവിൽ സാധനങ്ങളുണ്ടോ അതിനനുസരിച്ച് ഇതിന് ഔട്ട്പുട്ട് വരും എന്നാണ്. ആക്ച്വലി നിങ്ങൾ കാണാൻ ഞാനിപ്പോൾ ഒരു സാധനം ഇതിൽ ഡ്രോപ്പ് ചെയ്തു, അപ്പോൾ ഇതിൽ ഔട്ട്പുട്ട് 1 ഉള്ളൂ. അതേസമയം നമ്മൾ ഇവിടെ ഡ്രോപ്പ് ചെയ്താൽ അറിയാം ഡിക്റ്റേറ്റ് ചെയ്യില്ല, പ്ലെയേഴ്സിന് ആനിമൽസ് ഡിക്റ്റേറ്റ് ഉണ്ടോ 15 ആണ് ഔട്ട്പുട്ട്. അതേസമയം ഇവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്താൽ 15 ആണ് ഔട്ട്പുട്ട്. പക്ഷേ നമ്മൾ ഗോൾഡ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എത്ര എണ്ണം അതിൽ വീഴുന്നു അതിനനുസരിച്ചാണ് അതിൻ്റെ സ്ട്രെങ്ത് കൂടത്തുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഒന്നിട്ട് ഒരെണ്ണം, അതേസമയം എന്താ 2 എണ്ണം ഇട്ടാൽ കുറച്ചെണ്ണം കൂടുതൽ ഇട്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഔട്ട്പുട്ട് കൂട്ടാൻ പറ്റും. ഉണ്ടോ എത്ര എണ്ണം കൂടുന്നു അതിനനുസരിച്ച്, ഇതിപ്പോൾ ഞാൻ തൊട്ടടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ്, ഇതിൽ എത്ര എണ്ണം വീഴുന്നു അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ടാണ് ഇത് വരിക. പക്ഷെ അതേസമയം നമ്മുടെ ഹെവി പ്ലേറ്റ് ഉണ്ട്, ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, ഇത് ഹെവി വെയിറ്റ് ആണ്. ഇതിൽ 10 എണ്ണത്തിൻ്റെ അളവിലാണ് വാല്യൂ വരുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇതിൽ 10 എണ്ണം ഇട്ടാൽ ഒരു വാല്യൂ കിട്ടും. അതേസമയം ഇനി അടുത്ത 10 എണ്ണം, അതായത് 20 എണ്ണം ആകുമ്പോൾ അത് 2 ആവും. അപ്പോൾ 10ൻ്റെ ഇതനുസരിച്ചാണ് അതിന് പവർ കൂടുള്ളൂ. പക്ഷെ ഇവിടെ ഓരോ എണ്ണത്തിൻ്റെ വിധം വെച്ച് പവർ കൂടും. ഉണ്ടോ 2 എണ്ണം ഇട്ടപ്പോൾ 2 പവർ വന്നു. പക്ഷെ അതുപോലെ ഇവിടെ അങ്ങനെ വരില്ല. അപ്പോൾ പ്രഷർ പ്ലേറ്റിൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ആൻഡ് അടുത്ത ഇതിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ബ്ലോക്ക് ആണ്. ടാർഗറ്റ് ബ്ലോക്ക് അതിൻ്റെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയാണ്. ഒരു ഹേബേൽ വേണം, അതേപോലെ തന്നെ 4 റെഡ് സ്റ്റോൺ വേണം. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, സാധാ നമ്മുടെ 2x2 ഗ്രിഡിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ആരോയും വേണം, നമ്മുടെ ബോയും വേണം. ആൻഡ് ഞാനിപ്പോൾ ഇത് യൂസ് നമ്മൾ ഈ ആരോ എവിടെ കൊള്ളിക്കുന്നു അതിനനുസരിച്ച് ഔട്ട്പുട്ട് ചെയ്ത് പവർ വരും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കറക്റ്റ് നടുക്ക് കൊള്ളിച്ചാൽ 15 മാക്സിമം പവർ കിട്ടും. അതേസമയം എത്ര സൈഡിലോട്ട് കുറയുന്നോ അതിനനുസരിച്ച് അതിൻ്റെ പവർ കുറഞ്ഞു വരും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ കറക്റ്റ് ഞാൻ നടുക്കോട്ട് ഷൂട്ട് ചെയ്താൽ അത് നടുക്കല്ല കൊണ്ട് അതുകൊണ്ട് 13 കിട്ടിയുള്ളൂ. അപ്പോൾ കറക്റ്റ് എക്സാക്ട് ഞാൻ ബുൾസൈ കൊള്ളിക്കുകയാണെങ്കിൽ അതിനെന്ത് പറ്റുമെന്ന് വെച്ചാൽ അത് ഫുൾ പവർ തരും. 14 ആയുള്ളൂ, അതും നടുക്ക് കറക്റ്റ് കൊണ്ടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട് ഇതിനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് കുറേ റെഡ് സ്റ്റോൺ കമ്പോണൻസിൽ യൂസ് ചെയ്യും. ഇതിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ റെഡ് സ്റ്റോൺ സിഗ്നലിനെ അബ്സോർബ് ചെയ്യാൻ ഇതിൻ്റെ പവർ ഉണ്ട്. നമുക്ക് സാധാ ബ്ലോക്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ കാണാം ഇങ്ങനെ റെഡ് സ്റ്റോൺ അടുത്തേ കൂടെ പോയാൽ ഈ റെഡ് സ്റ്റോൺ അത് പിക്ക് ചെയ്യില്ല. പക്ഷെ അതേസമയം ടാർഗറ്റ് ബ്ലോക്ക് ആണെങ്കിൽ അതിലോട്ട് നമുക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ സ്വിച്ച് ഇട്ടാൽ ഈ ലൈറ്റ് ഒന്നും കത്തില്ല, കാരണം ഈ സർക്യൂട്ടിൽ നിന്ന് പവർ ഈ ബ്ലോക്ക് അബ്സോർബ് ചെയ്യുന്നില്ല. പക്ഷെ അതേസമയം ഞാൻ ഇവിടെ സ്വിച്ച് ഇട്ടാൽ ഈ ലൈറ്റ് എല്ലാം കത്തും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റെഡ് സ്റ്റോൺ സർക്യൂട്ടിൽ നിന്ന് ഈ ബ്ലോക്ക് ഇത് അബ്സോർബ് ചെയ്യും. ഇത് അബ്സോർബ് ചെയ്തിട്ട് തൊട്ടടുത്ത റെഡ് സ്റ്റോണിലോട്ട് ബ്ലോക്കിലോട്ട് റെഡ് സ്റ്റോൺ സിഗ്നൽ കൊടുക്കും. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു യൂസ് വരുന്നത്. നമുക്ക് അടുത്ത ഇതിലോട്ട് കാറ്റഗറിയിലോട്ട് പോകാം. മൈൻക്രാഫ്റ്റ് റിപ്പീറ്റേഴ്സ്. ഇപ്പോൾ റിപ്പീറ്റേഴ്സും എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടാവും. എൻ്റെ റെസിപ്പി ഇതാണ്. 3 സ്റ്റോൺ ബ്ലോക്ക് വേണം, വേറെ ഒരു സ്റ്റോണും പറ്റില്ല, നമ്മുടെ സാധാ സ്റ്റോൺ വേണം. പിന്നെ രണ്ട് റെഡ് സ്റ്റോൺ ടോർച്ച് വേണം, വേറെ ഒരു റെഡ് സ്റ്റോൺ പൗഡർ വേണം. ഓക്കെ, ഇനി ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സിഗ്നൽ ഒരു സോഴ്സിൽ നിന്ന് സിഗ്നൽ വരുന്നത് മാക്സിമം 15 ആണ്. ആൻഡ് ആക്ച്വലി അത് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതുപോലെ 5, 4, 3, 2, 1 ഇവിടെ ആകുമ്പോൾ 0 ആവും. അപ്പോൾ ഇതിലോട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ ലാമ്പിലോട്ട് സിഗ്നൽ എത്തുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സിഗ്നൽ എക്സ്റ്റെൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ കാണാം, ഞാനിപ്പോൾ ഇട്ടു 15 ഇങ്ങനെയാണ് വരുന്നത്. 1 വാല്യൂ ഇതിലോട്ട് കയറുമ്പോൾ തന്നെ തിരിച്ചിത് വീണ്ടും 15 ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഇതിലോട്ട് ഏതൊരു വാല്യൂ കയറിയാലും ഇൻപുട്ടായിട്ട് ഏതൊരു വാല്യൂ വന്നാലും ഇതിൻ്റെ ഔട്ട്പുട്ട് 15 ആയിരിക്കും. പിന്നെ അത് ഇതുപോലെ പുറകിട്ട് വരും. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിന് ഡിലേ വരുത്താൻ നമ്മൾ മെയിനായിട്ട് ഈ സാധനം യൂസ് ചെയ്യാറുണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് കാണാം ഒരു റെഡ് സ്റ്റോൺ റിപ്പീറ്റർക്ക് 4 സ്റ്റേജസ് ആണുള്ളത്. അതായത് 1, 2, 3 and 4. നമ്മൾ ഫസ്റ്റ് പ്ലേസ് ചെയ്യുമ്പോൾ 1 ടിക്ക്
ടിക്ക് എന്നാണ് പറയുന്നത്. ടിക്ക് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിന് 4 തിരിച്ചിട്ട് 1/4 അതാണ് ഒരു ടിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഡിലേയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒരു സെക്കൻഡിന് 1/4 ഭാഗം ഇതിന് ഡിലേ ഉണ്ട്. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. അത് ഇതിൻ്റെ മിനിമം വാല്യൂ ആണ്, നമുക്ക് 0 ആക്കാൻ പറ്റത്തില്ല. ആൻഡ് ഇത് പോസ് ചെയ്ത് ഞാനിപ്പോൾ ഇത് ബട്ടൺ ഓഫ് ആയിരിക്കും, ഓൺ ആക്കുമ്പോൾ സെക്കൻഡിൻ്റെ 1/4 കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ലൈറ്റ് ഓൺ ആവുന്നത്. സോ ഇത് വളരെ ദൂരത്തോട്ട് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ, കുറേ റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ നല്ല ഡിലേ അതിനനുസരിച്ച് വരും. അതേസമയം നമുക്ക് ഡിലേ കൂട്ടാൻ പറ്റും. ആൻഡ് ഇത് നമുക്ക് 2 ടിക്ക് ആക്കാം, അതായത് 1/2 സെക്കൻഡ് ആക്കാം. ഇത് 3 ടിക്ക് ആക്കാം. ആൻഡ് ഇത് ആക്ച്വലി 0.75 ആണ് ഡിലേ വരുന്നത്. 4, അതായത് 1 സെക്കൻഡ് ഡിലേ ആണ് ഈ റിപ്പീറ്റേഴ്സ് വരുന്നത്. നമുക്ക് ഡിലേ എങ്ങനെ ആക്കാന്ന് വെച്ചാൽ ഇൻട്രാക്റ്റീവ് ബട്ടൺ ഞെക്കിയാൽ മതി, അതിനനുസരിച്ച് വാല്യൂ ഇങ്ങനെ മാറും. 1, 2, 3, 4, പിന്നെ റിപ്പീറ്റ് 1 വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇത് സിഗ്നൽ എക്സ്റ്റെൻഡ് ചെയ്യാനും ഈ സാധനം യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓൺ ആക്കുമ്പോൾ കാണാം, കണ്ടോ ഡിലേ എങ്ങനെ വരുന്നത്. ആദ്യം ഡിലേ ഇതിന്, പിന്നെ ഇത് കത്തി, പിന്നെ ഇത് കത്തി, പിന്നെ ഇത് കത്തി. നേരത്തെ നമ്മൾ ഈ സ്വിച്ച് ഓൺ ആക്കുന്ന പോലെ എല്ലാം ഒരുമിച്ചല്ല കത്തുന്നത്, ഡിലേ ആണ് വരുന്നത്. പിന്നെ ഈ റിപ്പീറ്റേഴ്സിന് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലോക്കിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പവർ കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ സ്റ്റോൺ ബ്ലോക്കിലോട്ട് പവർ കൊടുക്കണമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സാധാ ബ്ലോക്കുകളിലോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പവർ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ബ്ലോക്കിലോട്ട് നമ്മൾ പവർ കൊടുക്കണമെങ്കിൽ നമ്മൾ റിപ്പീറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു ബ്ലോക്ക് വെച്ചും അതിലോട്ട് ഞാൻ ഇങ്ങനെ ഒരു റിപ്പീറ്റർ സെറ്റ് ചെയ്തു. ഇപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലെ സിഗ്നൽ ഇതിൽ നിന്ന് വന്ന് ഈ റിപ്പീറ്ററിൽ കൂടെ കയറി ഈ ബ്ലോക്കിലോട്ട് കയറും. എന്നിട്ട് ഈ ബ്ലോക്കിൽ നിന്ന് എന്താ ചെയ്ത് വാല്യൂ കയറി ഈ റെഡ് സ്റ്റോൺ ഇതിലോട്ടാണ് പോകുന്നത്, ലാമ്പിലോട്ടാണ് പോകുന്നത്. പക്ഷെ അതേസമയം നമ്മുടെ ഗ്ലാസ് ഉണ്ട്, അതായത് ഗ്ലാസ് ഒരു ഹാഫ് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ബ്ലോക്കാണ്. നമ്മുടെ സ്ലാബുകൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട് മൈൻക്രാഫ്റ്റിൽ, ഹാഫ് ബ്ലോക്ക് ഐറ്റംസ് എന്നാണ് പറയുന്നത്. അതിലോട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റെഡ് സ്റ്റോൺ വെച്ചിട്ട് ഇത് ഫീഡ് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ഞാനിവിടെ സ്വിച്ച് ഇട്ട് കാണാം, ഇത് ഹാഫ് ബ്ലോക്ക് ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ സിഗ്നൽ ഇതിലോട്ട് കയറില്ല. അപ്പോൾ ഗ്ലാസ് നമുക്കൊരു ഫുൾ ബ്ലോക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ചെസ്റ്റിൻ്റെ മേലേക്ക് ഗ്ലാസ് വെച്ചാൽ നമുക്ക് ചെസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. കാരണം ചെസ്റ്റ് ഒരു ഫുൾ ബ്ലോക്ക് അല്ല, ഈ ഗ്ലാസ് ഒരു ഫുൾ ബ്ലോക്ക് അല്ല. അപ്പോൾ ഫുൾ ബ്ലോക്ക് ഐറ്റംസത്തിലോട്ട് മാത്രം നമുക്ക് സിഗ്നൽ കയറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് റെഡ് സ്റ്റോൺ യൂസ് ചെയ്യുന്നത്. പിന്നെ റെഡ് സ്റ്റോണിൻ്റെ മെയിനായിട്ടുള്ള ഒരു സാധനം എന്നത് റെഡ് സ്റ്റോൺ ടോർച്ചാണ്. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ടുണ്ടാകും, ഇത് ഉപയോഗിക്കാത്ത മൈൻക്രാഫ്റ്റ് പ്ലേയേഴ്സ് ആരും ഉണ്ടാവില്ല. സോ അതിൻ്റെ റെസിപ്പി ഇതാണ്. നമുക്കൊരു സ്റ്റിക്ക് വേണം, ഒരു റെഡ് സ്റ്റോൺ ഡസ്റ്റ് മതി. ആൻഡ് ആക്ച്വലി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മുടെ ഇതിലില്ല ടോർച്ച്, സാധാ ടോർച്ചിൽ നിങ്ങൾ കോളും സ്റ്റിക്കും വെച്ചിട്ടല്ല യൂസ് ചെയ്യണേ. പക്ഷെ 4 കിട്ടും, ഇത് ഒറ്റ കിട്ടുള്ളൂ. ഇതാണ് ഇതിൻ്റെ ബേസിക് റെസിപ്പി. ഇതിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ റെഡ് സ്റ്റോൺ ബ്ലോക്ക് പോലെ തന്നെയാണ് 15 ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം, ഉണ്ടോ, ഇതിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് 15 കിട്ടും. നമുക്ക് ഇതേപോലെ അത് റെഡ് സ്റ്റോൺ ബ്ലോക്ക് പോലെ തന്നെ ഇത് യൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു വേറൊരു യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഓണും ഓഫ് ആക്കാനും പറ്റും. നമ്മുടെ റെഡ് സ്റ്റോൺ ബ്ലോക്ക് നമുക്ക് ഓണും ഓഫ് ആക്കാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ റെഡ് സ്റ്റോൺ ടോർച്ച് നമുക്ക് ഓണും ഓഫ് ആക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമുക്ക് സിഗ്നൽ ഇങ്ങനെ മേലോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്കിത് റെഡ് സ്റ്റോൺ ടോർച്ച് വളരെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമുക്ക് ഓഫ് ആക്കുവാണെങ്കിൽ, ഇതിപ്പോൾ ഇവിടെ ഓൺ ആക്കിയപ്പോൾ നമ്മുടെ റെഡ് സ്റ്റോൺ ലാമ്പ് ഓണായി. ഇത് അത്ര മേലെ ആയതുകൊണ്ട് ഇത് ഓഫ് ആക്കുവാണെങ്കിൽ ആ റെഡ് സ്റ്റോൺ ഇത് ഓഫ് ആവും. സിഗ്നൽ ബ്ലോക്ക് ബൈ ബ്ലോക്കിലോട്ടാണ് പോകുന്നത്. അതേപോലെ ടോർച്ചിൻ്റെ മേലെ വെക്കുന്ന ബ്ലോക്ക് നമുക്ക് ടോർച്ച് വെച്ച് പവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നേരത്തെ 15 ആയിരിക്കും ഇതിൻ്റെ പവർ ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ബ്ലോക്കിലോട്ട് വരാം. അടുത്ത ബ്ലോക്കിൻ്റെ പേരാണ് ഡ്രോപ്പർ. ഡ്രോപ്പറിൻ്റെ റെസിപ്പിയാണ് ഇത് കാണിക്കുന്നത്. നമ്മുടെ ഫർണസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ കോബിൾ സ്റ്റോൺ ഇതേപോലെ നിരത്തി വെക്കുക. ആൻഡ് അതിലൊരു റെഡ് സ്റ്റോൺ വെക്കുക, നടുക്ക് എംറ്റി ആയിരിക്കണം, അപ്പോഴാണ് ഇതൊരു ഡ്രോപ്പർ ആവുക. പിന്നെ ഇതേപോലത്തെ വേറൊരു സാധനമാണ് നമ്മുടെ ഡിസ്പെൻസർ എന്ന് പറയുന്നത്. ഡ്രോപ്പറിൻ്റെ അതേ റെസിപ്പിയാണ്, പക്ഷെ നടുക്കൊരു ബോ വെക്കണം. അത് ഏത് ടൈപ്പ് ഡ്യൂറബിലിറ്റി ആയാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ കുറേ ഒരു ബോ നമ്മൾ വളരെ യൂസ് ചെയ്തു, എന്നിട്ട് പൊട്ടാറായെന്ന് വിചാരിക്കാം, ഡ്യൂറബിലിറ്റി വളരെ തീർന്നു എന്ന് വിചാരിച്ചോ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ വെച്ചാലും നമുക്കൊരു ഡിസ്പെൻസർ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പേജിൽ തന്നെയുണ്ട്, ഒന്ന് ഡ്രോപ്പറാണ്, ഒന്ന് ഡിസ്പെൻസറാണ്. ഡ്രോപ്പർ സാധനങ്ങൾ ഡ്രോപ്പ് ചെയ്യും, ഡിസ്പെൻസർ സാധനങ്ങൾ ഡിസ്പെൻസ് ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ആരോ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആക്ടിവേറ്റ് ചെയ്താൽ ഈ ആരോ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുള്ളൂ.
ഓക്കെ, നമ്മൾ എത്ര ഇതാക്കിയാലും ആ സാധനം ഡ്രോപ്പ് ചെയ്യത്തേ ഉള്ളൂ. പക്ഷെ അതേസമയം നമ്മുടെ ഡിസ്പെൻസറിൽ ഞാൻ ഇതേപോലെ ആരോ വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ടിവേറ്റ് ചെയ്താൽ സാധാരണ അത് യൂസ് ചെയ്യും, നമുക്ക് ഷിഫ്റ്റ് അത് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ വാട്ടർ ബക്കറ്റ് വെക്കാം, ലാവ ബക്കറ്റ് വെക്കാം. അപ്പോൾ ഈ ലാവയും വാട്ടറും ഇത് കൂടെ ഒഴുകി വരും. അതേസമയം ഡ്രോപ്പർ എന്താണെന്ന് വെച്ചാൽ അതിനുള്ളിൽ മെറ്റീരിയലിന് അടുത്തിലിട്ട് ഡ്രോപ്പ് ചെയ്യത്തേ ഉള്ളൂ. പിന്നെ ഡ്രോപ്പറിൻ്റെ മെയിൻ യൂസ് ചെയ്യുന്നത് ഐറ്റം ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഇതേപോലെ നമുക്ക് ഐറ്റങ്ങൾ ഇങ്ങനെ ഇതിന് നമുക്ക് പുറത്ത് കൊണ്ടുവരാം. ആൻഡ് ഇത് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. ഇത് മെയിനായിട്ട് നമ്മുടെ എനിക്ക് തോന്നുന്നത് ഐറ്റം സോർട്ടറിലൊക്കെയാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ആക്ച്വലി ഇത് മേലോട്ടും ഇതേപോലെ മെറ്റീരിയൽസ് കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് താഴെ വെച്ച് ഇതിന് റെഡ് സ്റ്റോൺ വെച്ച് സിഗ്നൽ വെച്ച് പവർ ചെയ്താൽ ഈ മേലേക്കൂടെ സാധനങ്ങളും കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് വരും. ആൻഡ് റെഡ് സ്റ്റോൺ ഞാൻ നേരത്തെ ഇത് പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ട്രൈഡൻ്റ് വെക്കാം, ഫയർ ചാർജ് വെക്കാം, ആരോസ് യൂസ് ചെയ്യാം, പിന്നെ ഫയർ വർക്ക്സ് യൂസ് ചെയ്യാം. അതിനൊക്കെയാണ് മെയിനായിട്ട് ഡിസ്പെൻസർ യൂസ് ചെയ്യുന്നത്, സാധനങ്ങൾ ഡിസ്പെൻസ് ചെയ്തിട്ട്. ഞാൻ നേരത്തെ ഉണ്ടാക്കിയ മറ്റേ ഡിലേ സിഗ്നൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇതിനുള്ളിൽ 2 ഗ്ലാസ് ബോട്ടിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം നമുക്ക് ഇങ്ങനെ ഐറ്റം ട്രാൻസ്പോർട്ട് ചെയ്ത് ലാസ്റ്റത്തെ നമുക്ക് ഇതുപോലെ ഡ്രോപ്പ് ചെയ്യിപ്പിക്കാൻ പറ്റും. ആൻഡ് അതാണ് ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. പിന്നെ റെഡ് സ്റ്റോണിൽ ഏറ്റവും വലിയൊരു സാധനം എന്താണെന്ന് വെച്ചാൽ ഹോപ്പറാണ്. ഇത് യൂസ് ചെയ്ത് ആരും തന്നെ ഉണ്ടാവില്ല, കാരണം വളരെ എല്ലാ റെഡ് സ്റ്റോൺ മെറ്റീരിയലും വളരെ കണ്ടുവരുന്ന ഒരു സാധനമാണ് ഹോപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഹോപ്പറിൻ്റെ റെസിപ്പി ഇതാണ്. ഒരു ചെസ്റ്റ് വേണം, അതുപോലെ 5 അയൺ ഇങ്ങട്ട് വേണം. ആൻഡ് ഇങ്ങട്ട്സ് ആണ് ഇതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത്തിരി കോസ്റ്റ്ലി ആണെന്ന് തോന്നുന്നു. ഇത് സ്റ്റാർട്ടിങ്ങിൽ ഒരു അയൺ ഫാം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഹോപ്പറുകൾ ഉണ്ടാക്കാം. ആൻഡ് ഹോപ്പറിൻ്റെ മെയിൻ യൂസ് എന്താണെന്ന് വെച്ചാൽ മെറ്റീരിയൽസിനെ അബ്സോർബ് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ്. ഇത് ഞാനിപ്പോൾ ഒരു ചെസ്റ്റ് വെച്ചിട്ടുണ്ട്, അതിലോട്ടൊരു ഹോപ്പർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെക്സ്റ്റ് പാക്ക് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഈ ആരോ മാർക്കും ഇതിലുള്ള കുറേ നമ്പറൊക്കെ കാണാൻ പറ്റും. നിങ്ങളുടെ സാധാ വാനില ഇതിൽ അങ്ങനത്തെ ഇതൊന്നുമില്ല. ആൻഡ് ആക്ച്വലി ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇതുപോലെ നമുക്കൊരു മെറ്റീരിയൽ ഇതുപോലെ ഡ്രോപ്പ് ചെയ്താൽ ആൻഡ് ഇതിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പിടിച്ചെടുത്തിട്ട് അത് എങ്ങോട്ടാണ് അസൈൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതിനാണ് മെയിനായിട്ട് നമ്മൾ ഇതുപോലെ ഹോപ്പർ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹോപ്പറിൻ്റെ മെയിൻ യൂസ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമുക്ക് സീരീസിലൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകാം. ആൻഡ് നമ്മൾ എത്ര ഇതിട്ടാലും ഇതേപോലെ പിടിച്ചെടുക്കും, എന്നിട്ട് ക്യാച്ച് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റോറേജിലോട്ട് അത് കൊടുക്കും. നമ്മൾ സ്റ്റോറേജ് ഒന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റത്തെ ഹോപ്പറിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കും. മെയിനായിട്ട് ഇതാണ് ഹോപ്പർ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് നമ്മൾ ഇതിലോട്ട് വരികയാണെങ്കിൽ മൈൻ കാർട്ട് വിത്ത് ഹോപ്പർ. അത് ഹോപ്പറിൻ്റെ കുറച്ചും കൂടെ അപ്ഗ്രേഡഡ് വേർഷനാണ് സാധനം. ഇതേപോലെ ഇതാണ് എൻ്റെ റെസിപ്പി. സാധാ ഒരു മൈൻ കാർട്ട് വേണം, ഒരു ഹോപ്പറും വേണം, രണ്ടും കൂടി ഇങ്ങനെ. ഇത് നമ്മുടെ 2x2 ഗ്രിഡിലും ചെയ്യാൻ പറ്റും, 3x3 ഗ്രിഡിലും ചെയ്യാൻ പറ്റും. ആൻഡ് ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ട്രാവൽ ചെയ്യാൻ പറ്റും. ഈ ഹോപ്പർ നമ്മൾ വെച്ച സ്ഥലത്ത് മാത്രമാണ് ഇരിക്കുന്നതെങ്കിൽ ഇതേപോലെ നമുക്ക് റെയിൽ സിസ്റ്റം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹോപ്പർ എന്ത് ചെയ്യും, ഇതേപോലെ ഇങ്ങനെ ട്രാവൽ ചെയ്യും. അപ്പോൾ ഇതിന് മേലെ വീഴുന്ന ഏത് സാധനമാണെങ്കിലും ഇതിങ്ങനെ റൺ ചെയ്ത് ഓടി നടന്ന് പറക്കിയെടുത്തോളും. അതിനാണ് നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന് കുറച്ചും കൂടെ അബ്സോർപ്ഷൻ വാല്യൂ കുറച്ചും കൂടെ കൂടുതലാണ്. ഹോപ്പർ ആണെങ്കിൽ ഇതിന് മേലെ വീഴുന്ന സാധനങ്ങൾ മാത്രമേ അബ്സോർബ് ചെയ്ത് പിടിക്കത്തുള്ളൂ. പക്ഷെ അതേസമയം നമ്മുടെ മൈൻ കാർട്ട് ഹോപ്പർ ആണെങ്കിൽ അതിൻ്റെ പരിസരത്ത് വീഴുന്ന സാധനങ്ങൾ കൂടി ഇത് ക്യാച്ച് ചെയ്യും. ഇതിന് ക്യാച്ചിങ് കപ്പാസിറ്റി കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സാധനം. പിന്നെ അടുത്ത ഇതിലോട്ട് വരുവാണെങ്കിൽ കമ്പാരറ്റർ സാധനങ്ങൾ. ഇത് റിപ്പീറ്റർ പോലെ തന്നെയാണ് ഏകദേശം, പക്ഷെ കംപ്ലീറ്റ് ഡിഫറെൻറ്റ് യൂസാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ 3 സ്റ്റോൺ, സാധാ സ്റ്റോൺ ആയിരിക്കണം, വേറൊരു സ്റ്റോൺ പറ്റില്ല. പിന്നെ ഇതേപോലെ 3 റെഡ് സ്റ്റോൺ ടോർച്ച് വേണം, ഒരു ക്വാർട്സ് വേണം. അപ്പോൾ ഇത് നെതറിൽ പോയാലേ സാധനം കിട്ടത്തുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് മെയിനായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഈ കമ്പാരറ്റർ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇതിൻ്റെ 2 യൂസാണുള്ളത്. ഒന്ന് വാല്യൂ റീഡ് ചെയ്യുക, അതിനാണ് മെയിനായിട്ട് നമ്മൾ കമ്പാരറ്റർ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഈ ചെസ്റ്റ് നോക്കാം, ഈ ചെസ്റ്റിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊന്നുമില്ല, സാധനമൊന്നും റീഡ് ചെയ്യുന്നില്ല. നമ്മൾ ഇതിനോട്ട് സാധനം എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ അത് റീഡ് ചെയ്യും. ആൻഡ് ആക്ച്വലി എനിക്ക് തോന്നുന്നത് 1 വാല്യൂ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്റ്റോറിങ് കപ്പാസിറ്റി ഉണ്ട്, അതിൽ ഒരു പൊടിക്ക് എന്തോ സാധനം ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് ചെറിയൊരു വാല്യൂ. അതേസമയം ഫുള്ളാവുകയാണെങ്കിൽ ഈ കമ്പാരറ്റർ ഫുൾ വാല്യൂ കൊടുക്കും. അപ്പോൾ ഈ ചെസ്റ്റിൻ്റെ എത്രമാത്രം സാധനങ്ങളുണ്ട് എന്നാണ് ഈ കമ്പാരറ്റർ റീഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് മറ്റേ റിപ്പീറ്റർ പോലെ ഇത് നമുക്ക് വേറൊരു സാധനത്തിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക,
നമ്മളിപ്പോൾ റെഡ് സ്റ്റോൺ വാല്യൂ കൊടുത്തു, 12 ആണ് പോകുന്നത്. ഇത് തിരിച്ച് 12 മാത്രമേ തരത്തുള്ളൂ. മറ്റേ റിപ്പീറ്റർ പോലെ 15 ഔട്ട്പുട്ട് വാല്യൂ തരില്ല. എന്താണ് ഇവിടെ കൊടുക്കുന്നത് അത് തന്നെയാണ് തിരിച്ച് ഇതിൽ കൂടെ വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമുക്ക് ലെക്ചർ ടേബിൾ നോക്കാം. ആൻഡ് ഞാനിപ്പോൾ ഇതിൽ ഫസ്റ്റ് പേജാണ് എടുത്തത്, അല്ല ഒരു 5th പേജ് വെച്ചു എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ നോക്കുവാണെങ്കിൽ കമ്പാരറ്റർ ഔട്ട്പുട്ട് ചെയ്ത വാല്യൂ 5 ആണ്. കാരണം 5th പേജ് 15 വാല്യൂയിൽ നമ്മൾ 5 ആണ് ഫിക്സ് ചെയ്തത്, അതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് വാല്യൂ 5 ആണ്. ഞാൻ അതേസമയം 10 വെച്ചെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഔട്ട്പുട്ട് വാല്യൂ മാറി. ആക്ച്വലി ഈ നമ്മുടെ സാധനങ്ങൾ ചേഞ്ചസ് ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ട് മെയിനായിട്ട് ഈ സാധനം യൂസ് ചെയ്യുന്നത് ആൻഡ് റെഡ് സ്റ്റോൺ വാല്യൂ കേട്ടോ. അതിൻ്റെ റെഡ് സ്റ്റോൺ വാല്യൂ ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സിഗ്നലിൽ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് വാല്യൂ ആണ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. ആൻഡ് പിന്നെ കമ്പാരിറ്ററിൻ്റെ വേറൊരു യൂസ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ബട്ടൺ ഇവിടെ കാണാം, ഇവിടെ ഇത് കത്തുന്നില്ല, ഇവിടെ ഇത് കത്തുന്നില്ല. ഇതിൻ്റെ യൂസ് എന്താണ്, സബ്ട്രാക്ഷൻ വാല്യൂ എന്നാണ് ഇതിന് പറയുന്നത്. ആൻഡ് ആക്ച്വലി നമുക്ക് അത് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ഇത് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് 15, 14, 13 ഇതിലോട്ട് 12 വാല്യൂ കൊടുത്തു, 12 തന്നെയാണ്. അപ്പോൾ ഈ സബ്ട്രാക്ട് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ, അതായത് നമുക്കിത് ഇൻട്രാക്ട് ചെയ്ത് ഇതിലൊന്നും കൂടി ഇൻട്രാക്ട് ചെയ്ത് അത് എസ് കണ്ടു സബ്ട്രാക്ട് വാല്യൂ ആണ്. ഇത് സി കമ്പാരിറ്റീവ് വാല്യൂ ആണ്. ആൻഡ് ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ ഇത് ടെക്സ്ചർ പാക്കിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്, സാധാ ഇതിൽ കാണത്തില്ല. അപ്പോൾ ഇതേപോലെ 12 ആണ് വരുന്നത്. സബ്ട്രാക്ട് മോഡിൽ ഇട്ടിട്ട് ഞാനൊരു 11 ഇതിലോട്ട് കൊടുത്തു വിചാരിച്ചു. അപ്പോൾ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ സ്ട്രെയിറ്റ് നടുക്കുള്ള വാല്യൂവിൽ നിന്നും സൈഡിലുള്ള വാല്യൂ കുറയ്ക്കും. എന്നിട്ട് അതിൻ്റെ ബാക്കി എന്താണോ അത് ഔട്ട്പുട്ട് കൊടുക്കും. ആക്ച്വലി നിങ്ങൾക്ക് കാണാം ഇത് 12 നിന്നും 11 കുറച്ചു, എന്നിട്ട് ബാക്കി ഇവിടെ കൊടുത്തു. അതേസമയം ഞാനിപ്പോൾ ഡോസ് കൊടുത്തു, ഞാനിപ്പോൾ ഈ വാല്യൂ മാറ്റിയാണ്. ഇപ്പോൾ 12 ആണ് കൊടുത്തത്, 12 നിന്നും 12 കുറച്ചു. ഇപ്പോൾ എന്താ പറ്റിയത്, 0 ആണ്. അപ്പോൾ ഔട്ട്പുട്ട് ഇല്ല. അതേസമയം ഞാൻ കുറച്ചും കൂടെ കുറഞ്ഞ വാല്യൂ കൊടുക്കുകയാണ്. ഇപ്പോൾ 12 നിന്നും 8 കുറച്ചു, ബാക്കി 4. അപ്പോൾ ഇതാണ് സബ്ട്രാക്ട് മോഡ്. ഇതെന്തിനു യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്ട്രോങ് വാല്യൂയിൽ നിന്നും ഇതിൻ്റെ സൈഡിൽ കൂടെ വരുന്ന വാല്യൂ കുറയ്ക്കും. അതിനാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. 2 സൈഡിലും കൊടുക്കാം. ആൻഡ് 2 സൈഡിലും കൊടുത്ത് എന്താ സംഭവിക്കണതെന്ന് വെച്ചാൽ ഈ മെയിൻ വാല്യൂയിൽ നിന്നും ഈ 2 സൈഡിൽ ഏതാണ് ഏറ്റവും വലുത് ആ വാല്യൂ ഇത് കുറയ്ക്കും, എന്നിട്ട് ബാക്കിയുള്ളത് ഔട്ട്പുട്ട്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ 12 കൊടുത്തു, ഇവിടെ നമ്മൾ 8 ആണ്, അതേസമയം ഇവിടെ 9 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വാല്യൂ 12 നിന്നും 9 മാത്രമേ ഇത് കുറയ്ക്കുള്ളൂ, എന്നിട്ട് 3 ഔട്ട്പുട്ടായിട്ട് വരും. സബ്ട്രാക്ട് വാല്യൂ ഇത് വേറെ കുറേ ബിൽഡിലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കും. ഞാനിതിൻ്റെ ഏറ്റവും ബേസിക്സ് മാത്രമാണ് പറയുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറഞ്ഞാൽ മതി. ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ ഇട്ട് തരാം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ സാധനം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഡേ ലൈറ്റ് സെൻസറാണ്. ഡേ ലൈറ്റ് സെൻസറിൻ്റെ റെസിപ്പി ഇതുണ്ട്. സ്ലാബാണ് വേണ്ടത്, വുഡൻ സ്ലാബ്, ഏത് വുഡ് വേണമെങ്കിലും ആവാം. 3 ക്വാർട്സ് വേണം, അതുപോലെ 3 ഗ്ലാസ് വേണം. ഇത്ര സാധനങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്കൊരു ഡേ ലൈറ്റ് സെൻസർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആൻഡ് പേര് പോലെ തന്നെ ഡേ ലൈറ്റ് സെൻസ് ചെയ്യുന്ന സാധനമാണിത്. ഇതിന് വേറൊരു മോഡുണ്ട്, ഇത് ഡേ മോഡ്. അതൊന്ന് ഇൻട്രാക്ട് ചെയ്താൽ നൈറ്റ് മോഡും കിട്ടും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതാണ് നൈറ്റ് മോഡിലുള്ള സാധനം, ഡേ മോഡിലുള്ള സാധനം. അപ്പോൾ ഇതിപ്പോൾ രാത്രിയായാൽ കണ്ടോ, ഇപ്പോൾ രാത്രിയായി. ആൻഡ് രാത്രിയാകുമ്പോൾ നൈറ്റ് മോഡിൽ ഡിക്റ്റേറ്റ് ചെയ്യും, രാത്രിനെ ഡിക്റ്റേറ്റ് ചെയ്തിട്ട് ലൈറ്റ് ചെയ്യും. അതേസമയം ഡേ ലൈറ്റ് സെൻസർ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് ചെയ്യും. അതേസമയം ഇപ്പോൾ രാവിലെ എന്ന് വിചാരിച്ചോ, അപ്പോൾ ഡേ ലൈറ്റ് സെൻസർ വർക്ക് ചെയ്യും. ഡേ ലൈറ്റ് ഉണ്ടെങ്കിൽ എത്ര സെൻസ് ചെയ്യും, എന്നിട്ട് ഔട്ട്പുട്ട് വരും. അതേസമയം നൈറ്റ് ലൈറ്റ് സെൻസർ എന്ത് ചെയ്യും, ഓഫ് ആയിരിക്കും. ആൻഡ് ഇത് ബേസിക് ഫോർവേഡാണ്, നമ്മൾ സാധാ ലൈറ്റ് സെൻസർ ഉള്ള പോലെയൊക്കെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ആക്ച്വലി ഇതുപോലെ 15 ആണ് ഔട്ട്പുട്ട് വരിക, ഇതുപോലെ വാല്യൂ കുറഞ്ഞ് വരും. ആൻഡ് ബേസിക് ഇത് ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത സാധനത്തിലോട്ട് പോകാം, നമ്മുടെ റെഡ് സ്റ്റോൺ ലാമ്പ്. നമ്മൾ മെയിനായിട്ട് പേര് പോലെ തന്നെ ഉണ്ട്, റെഡ് സ്റ്റോൺ സിഗ്നൽ കൊണ്ട് കത്തിക്കാൻ പറ്റുന്ന സാധനമാണ് റെഡ് സ്റ്റോൺ ലാമ്പ്. ഇതെങ്ങനെ ഒപ്റ്റൈൻ ചെയ്യുന്നത് വെച്ചാൽ ഗ്ലോ സ്റ്റോൺ വേണം. അപ്പോൾ ഗ്ലോ സ്റ്റോൺ ഒരെണ്ണം വെക്കുക, അതിൻ്റെ ചുറ്റും 4 റെഡ് സ്റ്റോൺ വെച്ച് നമുക്കൊരു റെഡ് സ്റ്റോൺ ലാമ്പ് ഉണ്ടാക്കാം. ആൻഡ് പേര് പോലെ സെൽഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു കാര്യമാണ്. അതുപോലെ സിഗ്നൽ കൊടുത്താൽ സാധനം കത്തും. ആൻഡ് സിഗ്നൽ ഓഫായാൽ, സിഗ്നലിൻ്റെ പവർ പോയാൽ
അത് ലാമ്പിൻ്റെയും പവർ പോകും അത്. ആൻഡ് നോക്കിയാൽ അത് 15 ആണ് വാല്യൂ ഔട്ട്പുട്ട് തരുന്നത്. കമ്പാരിറ്റർ വെച്ചുകൊണ്ട് റീഡ് ചെയ്യാൻ നമുക്ക് വേറെ സിഗ്നൽ വെച്ച് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അത് പറ്റും. ആൻഡ് ഇതും ഇതുപോലെ തന്നെ ലിവറിൽ ഓപ്പറേറ്റ് ചെയ്യും. ആൻഡ് ലിവർ ഓൺ ആയിരിക്കും, സിഗ്നൽ തരുന്ന അത്രത്തോളം ഇത് കത്തിക്കൊണ്ടിരിക്കും. ആൻഡ് 15 ആണ് റീഡ് ചെയ്യുന്നത്. കമ്പാരിറ്റർ ഇല്ലാണ്ട് റീഡ് ചെയ്യാം. ആൻഡ് ഇതാണ് ഇതിൻ്റെ യൂസ്. പിന്നെ ഇതേപോലത്തെ വേറൊരു സാധനമാണ് നമ്മുടെ കോപ്പർ ബൾബ്. ഈ പുതിയ അപ്ഡേറ്റിൽ വന്ന സാധനമാണ് കോപ്പർ ബൾബ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലേസ് റോഡ് വേണം, 3 കോപ്പർ ബ്ലോക്ക് വേണം, ഒരു റെഡ് സ്റ്റോൺ വേണം. കുറച്ച് ഒരു ഗെയിമിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണെങ്കിൽ ഒപ്റ്റൈൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സാധനമാണ്. കുറച്ച് ബ്ലേസ് റോഡൊക്കെ വേണം. ഒരു ബ്ലേസ് റോഡിന് ഒരു കോപ്പർ ബൾബൊക്കെ കിട്ടുള്ളൂ. അതേസമയം നമുക്ക് റെഡ് സ്റ്റോൺ ബൾബ് ആണെങ്കിൽ ഇഷ്ടംപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സ്വിച്ച് മതി. നേരത്തെ നമ്മൾ അത് കണ്ടു, സ്വിച്ച് ഇട്ട റെഡ് സ്റ്റോൺ വാല്യൂ കിട്ടിക്കൊണ്ടിരിക്കുന്ന അത്ര നേരം മാത്രമേ നമ്മുടെ റെഡ് സ്റ്റോൺ ലാമ്പ് വർക്ക് ചെയ്യുള്ളൂ. പക്ഷെ അതേസമയം നമ്മുടെ കോപ്പർ ബൾബ് ആണെങ്കിൽ ആൻഡ് ഒന്ന് ഓണാക്കിയാൽ അത് എത്ര അൺലിമിറ്റഡ് ടൈം വേണമെങ്കിൽ അതിങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഇതും അതേപോലെ തന്നെയാണ്, ലിവർ വെച്ച് വർക്ക് ചെയ്യും, അതേപോലെ ബട്ടൺസ് വെച്ചിട്ടും വർക്ക് ചെയ്യും. അതിൻ്റെ ഔട്ട്പുട്ട് വാല്യൂ 15 ആണ് നേരത്തെ പറഞ്ഞ പോലെ. ആൻഡ് ഇത് അതിൻ്റെ ഒരു യൂസാണ്. അത് നമുക്ക് അതിലോട്ട് പതിയെ വരാം. ആൻഡ് അടുത്ത മെയിൻ കമ്പോണന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒബ്സർവർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആൻഡ് അതിൻ്റെ റെസിപ്പി ഇതാണ്. 6 കോബിൾ സ്റ്റോൺ വേണം, താഴെ 3 എണ്ണം, മേലെ 3 എണ്ണം. ആൻഡ് ലെഫ്റ്റും റൈറ്റും റെഡ് സ്റ്റോൺ ഡസ്റ്റ് വേണം, നടുക്കൊരു ക്വാഡ്സ് വേണം. ഇത് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് വിചാരിച്ചിട്ടൊന്നും കുഴപ്പമുണ്ടാവില്ല. ആൻഡ് ഇതാണ് ഒബ്സർവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബ്ലോക്കിൽ വരുന്ന ചേഞ്ചുകളെ ഒബ്സർവ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മുടെ കമ്പാരിറ്റർ പോലെ തന്നെ, പക്ഷെ കമ്പാരിറ്റർ ആബ്സല്യൂട്ട് വാല്യൂ ഡിക്റ്റേറ്റ് ചെയ്യെങ്കിലും ഒബ്സർവർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചുമ്മാ ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമേ ഇത് ഡിക്റ്റേറ്റ് ചെയ്യത്തുള്ളൂ. നോക്കിയാണ് ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ബ്ലോക്കിൽ മാത്രമായിട്ട് ഇത് ഒബ്സർവ് ചെയ്യുള്ളൂ. ഫ്രണ്ടിൽ കണ്ടു ഇത് വെച്ചു, ആ ചേഞ്ച് ഒബ്സർവ് ചെയ്തിട്ട് സിഗ്നൽ തരും, എന്നിട്ട് ഇത് ഓഫ് ആവും. അപ്പം ഞാനിത് പൊളിച്ച് അവിടെ ഒരു ചേഞ്ച് നടന്നുകൊണ്ട് ആ സിഗ്നൽ തരും, എന്നിട്ട് ഇത് ഓഫ് ആവും. നമ്മുടെ കമ്പാരിറ്റർ പോലെ ഇങ്ങനെ വാല്യൂ തന്നുകൊണ്ടേ ഇരിക്കില്ല. ഇത് ജസ്റ്റ് ഒരു ടിക്കിൽ, അതായത് ഒരു ടിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ടിക്ക് 1/4 സെക്കൻഡ് വാല്യൂ മാത്രം ഡിക്റ്റേറ്റ് ചെയ്യും, അതിങ്ങനെ തരും. ആൻഡ് ഇതിവിടെ കാണാം, ഇതിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കുമ്പോൾ അത്ര നേരം മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അതേസമയം നമുക്കിപ്പോൾ ഒരു കോപ്പർ ബൾബാണ് ഇതിന് പകരം യൂസ് ചെയ്യുന്നതെങ്കിൽ വിചാരിച്ചോ, ഡിക്റ്റേറ്റ് ചെയ്ത് കാണാം. ഫസ്റ്റ് ഡിറ്റക്ഷനിൽ ലൈറ്റ് ഓണായി, രണ്ടാമത്തെ ഡിറ്റക്ഷനിൽ അത് ഓഫായി. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ പറയുക റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്, അല്ല ഒബ്സർവേഴ്സ് യൂസ് ചെയ്യുന്നത്, സോറി. അപ്പോൾ പിന്നെ വേറൊരു യൂസ് എന്താണെന്ന് വെച്ചാൽ 2 ഒബ്സർവറുകളെ നമുക്ക് വെച്ചിട്ട് നമുക്കൊരു ക്ലോക്ക് ഉണ്ടാക്കാം. ഇതിനെ ഒബ്സർവർ ക്ലോക്ക് എന്നാണ് നമ്മൾ മൈൻക്രാഫ്റ്റിൽ പറയുന്നത്. ആൻഡ് ഇതേപോലെ ഒരു റെഡ് സ്റ്റോൺ വെച്ച് ഇതെന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഈ ഒബ്സർവർ ഇവിടെ ഒരു ഒബ്സർവർ വെക്കുമ്പോൾ അത് ഡിക്റ്റേറ്റ് ചെയ്യും. അപ്പോൾ ഇത് റെഡ് സ്റ്റോൺ സിഗ്നൽ തരും. ഈ ഒബ്സർവർ സിഗ്നൽ തരുന്നത് ഈ ഒബ്സർവർ ഡിക്റ്റേറ്റ് ചെയ്തിട്ട് ഇതൊരു സിഗ്നൽ തരും. അപ്പോൾ ഇത് രണ്ടും കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇതുപോലെ റെഡ് സ്റ്റോൺ ഇത് വാല്യൂ ഔട്ട്പുട്ട് തന്നോണ്ട് കണ്ടോ, ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ആൻഡ് ആക്ച്വലി ഇതിന് ഭയങ്കര സൗണ്ടാണ്. ഈ എക്സ്ട്രാ പാക്കിൽ അതിൻ്റെ സൗണ്ട് ഇല്ലാത്തതാണ്. നിങ്ങൾ സർവൈവൽ മോഡിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നല്ല ടക്ക് 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 എന്ന ഓരോ ടിക്കിൽ ഓരോ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കുറച്ച് അനോയിങ് ആയിട്ടുള്ളൊരു സൗണ്ട്. പിന്നെ ഒബ്സർവറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്സർവേഴ്സും കോപ്പർ ബൾബാണ് ഞാനിതിൽ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കണ്ടോ ഒറ്റൊരു ക്ലിക്കിൽ ഇതേപോലെ കുറേ ആനിമേഷൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആൻഡ് ഇതേപോലെ പക്ഷെ ഒരു ക്ലിക്ക് ചെയ്താൽ ഇതൊക്കെ കത്തും. ഇപ്പം ഞാൻ ആക്ച്വലി ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഇത് മറ്റേ ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഇത് നന്ദി ആക്ടിവേറ്റ് ആക്കുകയാണെങ്കിൽ ആ ഭാഗം മാത്രം കെട്ടിരിക്കും, ബാക്കിയുള്ള സാധനമൊക്കെ ഓണായിരിക്കും. അങ്ങനെ കുറേ യൂസസ് ഉണ്ട്. നിങ്ങൾക്ക് ഇനി ആക്ച്വലി ഇതൊക്കെ ഒന്ന് എന്താ പറയുക ഇതേപോലെ ഒരു ക്രിയേറ്റീവ് മോഡിൽ നിങ്ങൾക്ക് കുറേ ടെസ്റ്റ് ചെയ്ത് ഓരോന്നൊക്കെ കണ്ടുപിടിക്കാം. ആൻഡ് ജസ്റ്റ് ഒബ്സർവേഴ്സ് ആണ്. ഇതിപ്പോൾ ഇവിടെ ഈ റെഡ് സ്റ്റോൺ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ സിഗ്നൽ വരും. അപ്പോൾ ഈ ബ്ലോക്കിൽ സിഗ്നൽ വരുന്നത് ഈ ഒബ്സർവർ എന്ത് ചെയ്യും, ഡിക്റ്റേറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് ഇത് ഡിക്റ്റേറ്റ് ചെയ്യും. അങ്ങനെ ഈ ഒരു വാല്യൂ മേലോട്ട് ഇങ്ങനെ പോകും. ഇത്രയും വാല്യൂ മേലോട്ട് പോകുന്നത് ഈ റെഡ് സ്റ്റോൺ ബോക്സുകൾ ഇങ്ങോട്ട് ഒബ്സർവ് ചെയ്യും.
അപ്പോൾ അതിനനുസരിച്ചുള്ള വാല്യൂ ഇങ്ങനെ ഔട്ട്പുട്ട് തരും. അങ്ങനെയാണ് നമ്മൾ ഈ കൂടുതൽ ഈ ഒരു സാധനം ഉണ്ടാക്കിയത്. ആൻഡ് കാണാം നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു വേവ് പോലെ ആ സിഗ്നൽ എങ്ങനെ പോകുന്നതാണ്. അതാണ് മെയിനായിട്ട് ഒബ്സർവേഴ്സിൻ്റെ യൂസ്. അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ സാധാ യൂസ് ചെയ്യാറുള്ള റെയിൽ സിസ്റ്റമാണ്. നേരത്തെ ഓപ്പർമൈൻ കാർട്ടിൻ്റെ സാധനം കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു റെയിൽ സിസ്റ്റം ഉണ്ട്. പക്ഷെ നമ്മുടെ മൈൻക്രാഫ്റ്റിൽ 4 ടൈപ്പ് റെയിലുണ്ട്. ഒന്ന് നോർമൽ റെയിലാണ്, അതിൻ്റെ റെസിപ്പിയാണിത്. ആൻഡ് ഇതുപോലെ 6 അയണിങ്ങട്ട് വേണം ആൻഡ് 1 സ്റ്റിക്ക് വേണം. സാധാ റെയിൽ ഇതിൽ കൂടെ ഇങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ സാധനമാണ് ആക്ടിവേറ്റർ റെയിൽ എന്ന് പറയും. ഈ റെയിലിൻ്റെ റെസിപ്പിയാണിത്. 6 ഗോൾഡ് വേണം ആൻഡ് 1 സ്റ്റിക്ക്, ഒരു റെഡ് സ്റ്റോൺ ഡസ്റ്റും വേണം. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വരുന്ന ഇതിൽ യൂസ് ചെയ്യുന്ന മൈൻ കാർട്ടുകൾക്ക് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുമാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിന് പവർ കൊടുത്താൽ ഈ റെയിലിന് ഒരു പവറുണ്ട്. ഈ പവർ റെയിൽ കയറിയ മൈൻ കാർട്ടിന് സ്പീഡ് നല്ലപോലെ കൂടും. അതേസമയം ഇത് ഓഫായിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് നമ്മുടെ മൈൻ കാർട്ട് ഇത് കയറുന്നെങ്കിൽ ഇത് ഇവിടെ സ്റ്റോപ്പ് ആവും. സ്റ്റോപ്പിംഗ് പവറും ഇതിനുണ്ട്, അതേസമയം സ്റ്റാർട്ടിംഗ് പവറും ഇതിന് മെയിനായിട്ടുണ്ട്. ഈ രണ്ടിനാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുക, സ്പീഡ് കൂട്ടാനും ഇത് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ നമ്മുടെ തേർഡ് ടൈപ്പ് ഇതാണ് ഇത് ഡിക്റ്റേറ്റർ റെയിലാണ്. പേര് പോലെ തന്നെ ഒരു ആക്ടിവിറ്റി ഡിക്റ്റേറ്റ് ചെയ്യാനാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇതിനെ റെസിപ്പി ചെയ്താൽ കേട്ടോ 6 ഇതുപോലെ ഇങ്ങോട്ട് വരും, 2 സ്റ്റിക്ക് വേണം ആൻഡ് ഒരു പ്രഷർ പ്ലേറ്റും വേണം, സ്റ്റോണിൻ്റെ പ്രഷർ പ്ലേറ്റും വേണം. അപ്പോൾ ഇതേപോലെ ഒരു റെയിൽ ഇങ്ങനെ ഇതിൽ കൂടെ ഇങ്ങനെ വരികയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ കാണിച്ചാൽ മൈൻകാട്ട് മതി. ആൻഡ് ഇതുപോലെ കയറി ഇരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കണ്ടോ ഡിക്റ്റേറ്റ് ചെയ്യും. ഈ റെയിലിൻ്റെ മേലെ എന്തെങ്കിലും ഒരു സാധനം ഇതേപോലെ റെയിൽ പോകുമ്പോൾ ഇത് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് വരും. അതിനാണ് മെയിനായിട്ട് ഡിക്റ്റേറ്റർ റെയിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ 4th ടൈപ്പ് റെയിലാണ് ഇത് ആക്ടിവേറ്റിംഗ് റെയിൽ എന്ന് പറയും. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നമ്മുടെ സെൽഫ് ഡിസ്ട്രോയിങ് ബേസ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതെങ്കിലും നമ്മൾ റെയ്ഡൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ബേസിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പോൾ നമ്മൾ മൈൻ കാർട്ട് വഴിയെ രക്ഷപ്പെടണേ എന്ന് വിചാരിക്കുക. ആൻഡ് ഇപ്പോൾ നമ്മൾ ഇതുപോലെ റെയിലിൽ ഇങ്ങനെ പോവാണ്. ആൻഡ് അപ്പോൾ നമ്മുടെ പുറകെ ഇതേപോലെ റെയിൽ കണ്ട് നമ്മുടെ എനിമീസൊക്കെ ഇങ്ങനെ വരുവാണെങ്കിൽ ഈ സാധനത്തിൽ നമ്മൾ പോകുമ്പോൾ ഇത് ഡിക്റ്റേറ്റ് ചെയ്യും. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ TNT വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി കഴിയുമ്പോൾ ഇത് ഡിക്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ TNT ആക്ടിവേറ്റ് ചെയ്യും. എന്ത് റെഡ് സ്റ്റോൺ ഉള്ള റെഡ് സ്റ്റോൺ ആക്ടിവേറ്റ് ചെയ്യും. എന്നിട്ട് അതനുസരിച്ച് കൺട്രപ്ഷൻ വർക്ക് ചെയ്യും. നമ്മൾ TNT വെക്കുന്നെങ്കിൽ TNT ഫുള്ള് എക്സ്പ്ലോഡ് ചെയ്യും. ആൻഡ് ഇത് രണ്ടും ആക്ച്വലി സിമിലർ യൂസ് ആണ്. ഇത് ഡിക്റ്റേറ്റ് ചെയ്യും, ഡിക്റ്റേറ്റർ റെയിലാണ് ഡിക്റ്റേറ്റ് ചെയ്യും നമ്മൾ പോകുന്നത്. പിന്നെ ഇത് ആക്ടിവേറ്റ് ചെയ്യും. അതാണ് ഇത് തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം. ആൻഡ് ബേസിക്കലി ഇത് രണ്ടും അങ്ങനെ ആരും യൂസ് ചെയ്ത് ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ആൻഡ് നമ്മുടെ കുറച്ച് സാധനങ്ങൾക്ക് ഉണ്ട് റെഡ് സ്റ്റോൺ കൺട്രാപ്ഷനിൽ ഈ റെയിൽ യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ TNT ഡ്യൂപ്പേഴ്സിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. കാരണം ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ് അത്രേ ഉള്ളൂ. റെയിൽസിനെ പറ്റി അത്ര ഇതേ ഉള്ളൂ. പിന്നെ നമ്മുടെ പുതിയ അപ്ഡേറ്റ് വന്നൊരു സാധനമാണ് സ്കൾക്ക് എന്ന് പറയുന്ന സാധനം. ഇത് സ്കൾക്ക് സെൻസറാണ്. ഇത് ഇതേപോലെ തന്നെ സൗണ്ട് സെൻസ് ചെയ്യുന്നൊരു സാധനമാണ്. വയർലെസ് ആണ്. എവിടെ നിന്ന് എന്തൊക്കെ സൗണ്ട് കേൾപ്പിച്ചാലും ഇതേപോലെ സാധനം ഡിക്റ്റേറ്റ് ചെയ്യും. നമുക്ക് ഇത് ടെക്സ്ചർ പാക്കിലാണ് ഈ വാല്യൂ കാണിക്കുന്നത്. ഇപ്പോൾ തൊട്ടടുത്ത് നിന്ന് നമ്മൾ കൂടുതൽ സൗണ്ട് ഉണ്ടാക്കി എന്ത് ചെയ്യുന്നത് വെച്ചാൽ കൂടുതൽ വാല്യൂ കൊടുക്കും. കൂടുതൽ വാല്യൂ ഔട്ട്പുട്ട് വരും. അതേസമയം ദൂരെ നിന്നാണ് നമ്മൾ സൗണ്ട് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ കണ്ടോ ഇപ്പോൾ 2 ഉള്ളൂ. കാരണം ഇത്രയും ദൂരെയാണ്. ഈ സാധനം നമ്മുടെ സൗണ്ട് ഡിക്റ്റേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ മറ്റേ ഡീപ് ഡാർക്ക് ബയോമിൽ വേറെന്തായിരുന്നു അപ്പോൾ ഇതൊരു മോബുണ്ട്, ഞാൻ മറന്നു. അപ്പോൾ പുള്ളീനൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ സൗണ്ട് വിളിച്ചിട്ടാണ്. പക്ഷെ അതേസമയം നമ്മളിപ്പോൾ വൂൾ കാർപ്പറ്റ് അല്ലെങ്കിൽ വൂൾ ബ്ലോക്കിലോ നിന്ന് സൗണ്ട് കേൾപ്പിക്കുകയാണെങ്കിൽ ഇത് ഡിക്റ്റേറ്റ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വൂള് സൗണ്ട് ഉണ്ടാക്കത്തില്ല. വൂള് സൗണ്ട് ഡാമ്പ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ആയിരുന്നു. അതേപോലെ തന്നെയാണ് വൂൾ ബ്ലോക്സും. നമ്മളിപ്പോൾ ഒരു വൂൾ ബ്ലോക്ക് എടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു സ്കൾക്കുണ്ട്, നമ്മളതിനെ കവർ ചെയ്തെന്ന് വിചാരിച്ചു. നമ്മളിനി ഇവിടെ കിടന്ന് എത്ര ബഹളം ഉണ്ടാക്കിയാലും ഇത് ഡിക്റ്റേറ്റ് ചെയ്യില്ല. കാരണം ചുറ്റും വൂളുള്ളതുകൊണ്ട്. അതേസമയം എന്താ വൂൾ ഇല്ലാത്തൊരു ഭാഗത്ത് നിന്നിട്ടാണ് ഞാൻ ഈ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഇത് നമുക്ക് ഡീപ് ഡാർക്ക് ബയോമിലാണ് ഞാൻ പറഞ്ഞ പോലെ ഇത് മെയിനായിട്ട് കണ്ടുവരുന്നത്. ഒരു സിൽക്ക് ടച്ച് ഉണ്ടെങ്കിൽ ഏതൊരു ടൂൾ ഉണ്ടെങ്കിലും നമുക്കിത് മൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഒക്ടേനാണ്. പിന്നെ ഇത് ക്രാഫ്റ്റബിൾ അല്ല, ഉണ്ടാക്കാൻ പറ്റത്തില്ല.
പിന്നെ അതാണ് മെയിൻ സാധനം. പിന്നെ വേറൊരു സാധനം എന്താണെന്ന് വെച്ചാൽ കാലിബ്രേറ്റഡ് സ്കൾക്കാണ്. അതായത് സെയിം സാധനം പക്ഷെ അത് കാലിബ്രേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സാധനം ഇത്. അത് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ റെസിപ്പിയാണിത്. 3 അമിറ്റേസ്റ്റിൻ്റെ സാധനം വേണം. പിന്നെ അതേപോലെ തന്നെ ഒരു സെൻസർ വേണം. ഇതെന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ സാധാ സ്കൾക്ക് പോലെ തന്നെ വർക്ക് ചെയ്യും. പക്ഷേ ഇതിന് കുറേ യൂസ് ഉണ്ട്. അതാണ് ഇതെങ്ങനെ ആരും അതെങ്ങനെ യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ റെഡ് സ്റ്റോൺ ബിൽഡുകളിലൊക്കെ ഞാൻ മെയിനായിട്ട് ഈ സാധനം ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളാണ് ഞാനിതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഒരു റെഡ് സ്റ്റോൺ ബ്ലോക്കിൽ നിന്ന് ഈ ഓരോ സാധനത്തിലോട്ട് നമ്മൾ ഇൻപുട്ട് കറണ്ട് കൊടുക്കും, പവർ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ 1 പവറുള്ള സിഗ്നലാണ് ഇതിലോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മൂവ്മെൻറ്റ് മാത്രമേ ഇത് ഡിക്റ്റേറ്റ് ചെയ്യുള്ളൂ. നമ്മൾ വേറെ എന്ത് ബഹളം ഉണ്ടാക്കിയാലും ഈ സെൻസർ ഡിക്റ്റേറ്റ് ചെയ്യില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1 കൊടുക്കുന്നത്. അതേസമയം ഇതിൻ്റെ ഇൻപുട്ട് 2 ആണ്. 2 ഇതിലോട്ട് കൊടുത്തു എന്ന് വിചാരിച്ചോ, ഇത് നമ്മൾ ലാൻഡിങ് സൗണ്ട് മാത്രമേ ഉണ്ടാക്കൂ. അത് മാത്രമേ ഡിക്റ്റേറ്റ് ചെയ്യൂ. നമ്മൾ നടക്കുന്ന സൗണ്ട് ഒന്നും ഡിക്റ്റേറ്റ് ചെയ്യില്ല. അതേസമയം നമ്മൾ ചാടി ഇതാക്കുന്ന സൗണ്ട് മാത്രമേ ഡിക്റ്റേറ്റ് ചെയ്യുള്ളൂ. അതേപോലെ കുറേ യൂസ് ഉണ്ട് ഈ സാധനത്തിന്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഇത് കാണാം, ഇതിന് ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ ഈ ഒരു ഏരിയ ഉണ്ടോ, ഈ ഉള്ള സ്ഥലത്ത് മാത്രം നമുക്ക് റെഡ് സ്റ്റോൺ കൊടുത്താലാണ് അത് ഇൻപുട്ട് ആവത്തുള്ളൂ. ഇനി ഞാനിപ്പോൾ എത്ര ബഹളം ഉണ്ടാക്കിയാലും ഈ സാധനം അത് ഓൺ ആവില്ല. കാരണം മൂവ്മെൻറ്റിൻ്റെ വാല്യൂ അല്ല ഇപ്പം ഞാൻ കൊടുത്തത്. ഇനി ഇത് നോക്കി കാണാം, ഇത് കുറേ യൂസ് ഉണ്ട്. ഞാനെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇത് ശരിക്കും അറിയണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് നോക്കാം. ആൻഡ് ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞുതരാം. അതായിരിക്കും കുറച്ചും കൂടി യൂസ് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇത് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ആൻഡ് നമ്മൾ നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഞാൻ ഡിസ്കോഡിന് ID കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാം, എന്നോടൊന്ന് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ആക്ച്വലി ഞാൻ ഒരു പ്രൈവറ്റ് ക്ലാസ് പോലെ ഞാൻ പറഞ്ഞുതരാം. ഒന്നും എനിക്ക് വിഷയമില്ല. പിന്നെ പുതിയൊരു സാധനമാണ് നമ്മുടെ ക്രാഫ്റ്റർ എന്ന് പറയുന്നത്. ക്രാഫ്റ്റേഴ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ ഒരു ഓട്ടോമാറ്റിക് വേർഷനാണ് ക്രാഫ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇതാണ്. നമുക്കിതേപോലെ 5 അയൺ വേണം, ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം, ഒരു ഡിസ്പെൻസർ വേണം, 2 ഡസ്റ്റും വേണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമുക്കിതുപോലെ സാധാ ക്രാഫ്റ്റിംഗ് ടേബിൾ ആണ് ഇതിലുള്ളത്. പക്ഷേ നമുക്കിത് ഓട്ടോമേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു അയൺ ഫാം ഉണ്ടാക്കുകയെന്ന് വിചാരിക്കുക. ആൻഡ് അയൺ വേണം. ആൻഡ് നിങ്ങൾക്കത് സ്റ്റോറേജ് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കത് എന്ത് ചെയ്യണം, ഒരു അയൺ ബ്ലോക്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. കാരണം 9 സ്റ്റാക്ക് നമുക്ക് ഒറ്റ സ്റ്റാക്കിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഹോപ്പർ ഇതിലോട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സ്പേസ് ഇതേപോലെ ഒരു അയൺ ഇങ്ങനെ വരുന്നതനുസരിച്ച് ഇത് ഫുള്ളിപ്പോൾ അയൺ സ്റ്റോർ ആയെന്ന് വിചാരിക്കുക. അതുപോലെ അയൺ എടുത്തു. അപ്പോൾ ഇതേപോലെ ബ്ലോക്കായി. കുറച്ചും കൂടെ നമുക്ക് കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്കിത് കമ്പാരിറ്റർ വെച്ച് നമുക്ക് റീഡ് ചെയ്യും ഇതിലെന്തോരം സ്റ്റോർ ചെയ്യുന്നു എന്ന്. എന്നിട്ട് നമുക്ക് ഇതുപോലെ റെഡ് സ്റ്റോൺ സിഗ്നൽ എടുക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇത് ഔട്ട്പുട്ട് തരികയാണ് ചെയ്യുന്നത്. ആൻഡ് സ്വിച്ച് എല്ലാം നമുക്ക് റെഡ് സ്റ്റോൺ സിഗ്നൽ നമുക്ക് മറ്റേ ക്ലോക്ക് സിഗ്നലൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ ഔട്ട്പുട്ട് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ മെയിനായിട്ട് ഇതാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് ക്രാഫ്റ്റ് ചെയ്യാം നമുക്ക്. അതേപോലെ സമയം ആൻഡ് നമുക്കിതെല്ലാം വേണ്ട. ആൻഡ് നമുക്കിതുപോലെ നമ്മുടെ റെസിപ്പി ഇപ്പോൾ 4 ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് ഈ ഏരിയ നമുക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാം. ഇതുമായിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ 4x4 ഏരിയയിൽ മാത്രമേ സാധനങ്ങൾ വന്നെന്ന് അറിയുള്ളൂ. അപ്പോൾ ഇതെന്താ സാധനം പറ്റുമെന്ന് വെച്ചാൽ ഇതൊരു ആക്ച്വലി ഡിക്റ്റേറ്റ് ചെയ്യും, ഇതിൻ്റെ ഔട്ട്പുട്ട് തരും. ആൻഡ് വേറെ 4 വരുന്നത് ഇപ്പോൾ നമുക്ക് വുഡ് എടുക്കണം. ഇപ്പോൾ 4 മാത്രമേ വരുള്ളൂ. ആൻഡ് കണ്ടോ, അപ്പോൾ ഈ 4 ടേബിളിൽ മാത്രം ഇത് മാത്രമേ ഇങ്ങനെ വീഴുള്ളൂ. അപ്പോൾ അത് ക്രാഫ്റ്റിംഗ് ടേബിൾ. അപ്പോൾ അതേപോലെ 4 ആണെങ്കിൽ 4. അതേസമയം നിങ്ങളുടെ റെസിപ്പി നമുക്ക് മാറ്റാം. ഇപ്പോൾ നമുക്ക് ഷീൽഡാണ് യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷീൽഡിന് നമുക്ക് പക്ഷേ ബാക്കിയുള്ളതൊക്കെ വേണം. ഇതാണ് ഷീൽഡിൻ്റെ റെസിപ്പി. ആൻഡ് ഇവിടെ
അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഡീആക്ടിവേറ്റ് ചെയ്തിടാം. നമുക്ക് ഷീൽഡ് മാത്രം ഈ സാധനം ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് റെഡ് സ്റ്റോൺ കൊടുക്കാം. ഇത് കുറേ ആപ്ലിക്കേഷൻ ഉണ്ട് ഇതിൽ. ഇതിൻ്റെ ബേസിക്സ് മനസ്സിലായി നിങ്ങൾക്ക് തന്നെ സ്വന്തം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ വീഡിയോൻ്റെ ഫൈനൽ സെക്ഷനിലോട്ട് വരികയാണ്. ഏറ്റവും മെയിനായിട്ട് നമ്മൾ റെഡ് സ്റ്റോണിൽ ഉപയോഗിക്കുന്ന സാധനമാണ് പിസ്റ്റണും സ്റ്റിക്കി പിസ്റ്റണും. പേര് പോലെ തന്നെ എക്സ്പ്ലനേറ്ററി ആണ്. ഇതെല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സാധനം എന്താണെന്ന് അറിയാം. എന്നാലും ഇതിൻ്റെ റെസിപ്പി ഇതാണ്. 3 പ്ലാങ്ക്സ് വേണം, 4 കോബിൾ സ്റ്റോൺ വേണം, ഒരു അയൺ വേണം, ഒരു റെഡ് സ്റ്റോൺ. ആൻഡ് ഇതാണ് പിസ്റ്റൺ. റെഡ് സ്റ്റോൺ സിഗ്നൽ കൊടുക്കുമ്പോൾ സാധനം പുഷ് ചെയ്യും. അതാണ് ഇതിന് മെയിനായിട്ടുള്ള സാധനം. കണ്ടോ, ഇങ്ങനെ നമുക്ക് പുഷ് ചെയ്യും. പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിസ്റ്റൺസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഒരു പിസ്റ്റൺ 12 ബ്ലോക്സ് വരെ പുഷ് ചെയ്യും. മാക്സിമം 12 ആണ്. 13ാമത്തെ ബ്ലോക്ക് ഇത് പുഷ് ചെയ്യില്ല. എക്സാമ്പിൾ നോക്കാം. ഓക്കെ, 13 ബ്ലോക്ക് ആയപ്പോൾ എന്ത് ചെയ്ത് സ്റ്റോപ്പായി. നമ്മൾ എത്ര സിഗ്നൽ കൊടുത്താലും ഇത് ആക്ടിവേറ്റ് ആവില്ല. അതേസമയം നമ്മൾ സ്റ്റിക്കി പിസ്റ്റൺ ഉണ്ട്. അതിൻ്റെ റെസിപ്പി ഇതാണ്. സാധാ ഒരു പിസ്റ്റൺ എടുക്കുക, അതിലൊരു സ്ലൈം ബോൾ അപ്ലൈ ചെയ്താൽ ഇത് സ്റ്റിക്കി പിസ്റ്റണായി. പക്ഷെ സ്റ്റിക്കി പിസ്റ്റൺ സാധാ പിസ്റ്റൺ പോലെയല്ല. ഇതേപോലെ പുഷ് ചെയ്യും. പക്ഷെ ഇത് റിട്രാക്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ പുഷ് ചെയ്ത ബ്ലോക്കിന് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. ഇഷ്ടംപോലെ റെഡ് സ്റ്റോൺ കൺട്രാപ്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓട്ടോമാറ്റിക് ഡോർ, അതേപോലെ കുറേ സന്ദർഭത്തിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബേസിക്സ് മാത്രമാണ് കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. ഞാനൊന്നും ഈ വീഡിയോയിൽ ഞാൻ ഒരു സാധനം ഉണ്ടാക്കുന്നില്ല. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പുതിയൊരു വീഡിയോ ഉണ്ടാക്കുന്നതായിട്ട് എന്തിൻ്റെയും ട്യൂട്ടോറിയൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വേറെ ഉണ്ടാക്കി തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ബേസിക് ആയിട്ടുള്ള റെഡ് സ്റ്റോൺ എല്ലാം കവർ ചെയ്തു. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കോഡിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. ഐ വിൽ ബി മച്ച് ഹാപ്പി ടു റിപ്ലൈ ഓൾ ഓഫ്. ആൻഡ് അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.